വീട്ടിലോട്ട് വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പൊ ദാ തിരിച്ചും പോവാണ്. ചന്ദ്രൻ പോലും പോയിട്ടില്ല. എന്റെ മുഖം ഇങ്ങനെ ഇരിക്കണ വേറെ ഒന്നുമല്ല, രാവിലെ എണീച്ച് പോകുന്നതിന്റെ ഒരു ക്ഷീണമാണ് കേട്ടോ. മിക്കപ്പോഴും ഞാൻ ബസ്സിലാണ് കേട്ടോ പോകുന്നവരെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ രാവിലെ ബസ് എടുക്കുന്ന ഞങ്ങളുടെ അവിടെ നിന്ന് 6:15 അങ്ങനെ ബസ് എടുത്തു. ഇനി ഞാൻ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരത്തുള്ളൂ. 2-2.5 മണിക്കൂർ ട്രാവൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഉറങ്ങാറാ പതിവ്. നമുക്കിനി ഉറങ്ങാൻ ഗൈസ്. ഉറങ്ങാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തോണ്ടാണെന്ന് അറിയത്തില്ല. അന്നത്തെ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ എണീറ്റ് വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെ ആയിരുന്നു. പക്ഷേ രാവിലെ പോകുമ്പോൾ എനിക്ക് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിങ്ങനെ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. ഈ സിഗ്നലിലും ട്രാഫിക്കിലും ഒക്കെ ബസ് ഇങ്ങനെ നിർത്തിയിടും. ഇവരൊക്കെ ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ അതൊക്കെ കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അതായത് ഒരുപാട് പേര് രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നു, കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നു, ഒരുപാട് വയസ്സായ ആൾക്കാർ എക്സസൈസ് ചെയ്യുന്നു. ഇതൊക്കെ ആ ഒരു കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാറുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ അവിടെ പണി നടക്കുവാണ്. കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ശ്രീകാര്യം കഴക്കൂട്ടം ആ ഒരു ഏരിയ ഒക്കെ ഇങ്ങനെ പണി നടക്കും. അത്രയും സമയം ഉറങ്ങാത്തത് കൊണ്ട് പിന്നെ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫോൺ എടുത്തില്ല. അങ്ങനെ 2 മണിക്കൂർ ട്രാവലിന് ശേഷം കോളേജ് എത്താറായി. ഞങ്ങൾക്ക് 8:30 ക്ലാസ് തുടങ്ങുന്നത്. ബസ് എത്തുമ്പോൾ ചിലപ്പോൾ 8:30 കഴിയും, അല്ലെങ്കിൽ നേരത്തെ എത്തും. അങ്ങനെ കോളേജ് എത്തി. ഇതാണ് ഞാൻ പഠിക്കുന്ന കോളേജ്, രാജധാനി ആറ്റിങ്ങലുള്ളതാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. ബാഗ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. കാരണം ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് പോകത്തുള്ളൂ. അങ്ങനെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ പ്രെയർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്റെ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ. ഇത് കൃഷ്ണ, ഇത് വൈഷ്ണവ്, ഇത് അനില. അവള് മുടി വെട്ടി അതൊക്കെ കാണിക്കുവാണ്. അടുത്തത് എന്താ, ലിഫ്റ്റ് കിട്ടണ്ടേ? 8th ഫ്ലോറിലെ ക്ലാസ്, അവിടെ പോകണ്ടേ? ഇത് ദേവികയാണ്, അവൾ എൻ്റെ ഹോസ്റ്റലുള്ളതാണ് കേട്ടോ. അവളും വീട്ടിൽ പോയിട്ട് വന്നതാണ്. ലിഫ്റ്റ് കാത്തിന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സ്റ്റെയർസ് കയറി. ഞാൻ എന്റെ വലിയ ബാഗും കൊണ്ട് കയറി. ഇത് ഫാത്തിമ. അങ്ങനെ ഞങ്ങൾ 3 ഫ്ലോർ സ്റ്റെയർ കയറിയിട്ട് ലിഫ്റ്റ് കൂടി കയറി ക്ലാസ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ക്ലാസ് സ്റ്റാർട്ടായി. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് ബ്രേക്കിന് എടുത്താണ് കേട്ടോ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തു. ഇത് ഹേഷ്മയും ആത്മയുമാണ്. ഇത് സൂര്യമ്മ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഓൾ എന്റെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുവാണ്, അതും 2x. 2 ദിവസം മുന്നേ ഞായിട്ട് ലോങ് വീഡിയോ ഓൾ കാണുന്ന എപ്പോഴാണ് ഫേക്ക് ഫ്രണ്ട് ചോദിച്ചപ്പോൾ പറയല്ലേ ഹോസ്റ്റലിൽ സമയമില്ലായിരുന്നു. ഇത് രാംചന്ദാണ്, ഓന്റെ വീട് കോഴിക്കോടാണ്. ഇവരെല്ലാവരും പറഞ്ഞു വെച്ചോണോ ഹെയർ കട്ട് ചെയ്തെന്ന് അറിയത്തില്ല. അത് അടുത്ത ജോസിന് അവനും ഹെയർ കട്ട് ചെയ്തിട്ട് വന്നിരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കോളേജിലോട്ട് പോകുന്ന വ്ളോഗ് ഇത്രയുള്ളൂ. ഓക്കെ ബൈ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.